കോൺഗ്രസ് പുനഃസംഘടന ഈ മാസം പൂർത്തിയാക്കാൻ കെ.പി.സി.സി തീരുമാനം. നികുതി വർധനവിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനും കൊച്ചിയിൽ നടന്ന കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനമായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, കോൺഗ്രസ് പുനഃസംഘടന ഈ മാസം പൂർത്തിയാക്കാനാണ് കെ.പി.സി.സിയുടെ തീരുമാനം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിര ഈ മാസമല്ല, അടുത്ത മാസം 7-നകം കോൺഗ്രസ് പുതിയ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ പ്രാഥമിക പട്ടിക അടുത്ത മാസം 7-നകം സമർപ്പിക്കാൻ കെ.പി.സി.സി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ന് നടന്ന നിർവ്വാഹക സമിതി യോഗത്തിൽ കെ.പി.സി.സി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിനു പുറമെ എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്നും കെ.സി. വേണുഗോപാലും കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള താരിഫ് അൻവർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്ന് കൊച്ചിയിൽ നടന്ന ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും ചർച്ച ചെയ്തത് പുനഃസംഘടനയും സർക്കാരിനെതിരെ ഏത് തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. എടുത്തു പറയേണ്ടത് 27-ാം തീയതി വീണ്ടും നിയമസഭ 25-ന് വീണ്ടും നിയമസഭ ആരംഭിക്കുകയാണ്. 25-ന് നിയമസഭ ആരംഭിക്കുമ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് വേണ്ടത് എന്നും യോഗം പ്രധാനമായും ചർച്ച ചെയ്തു. പാർട്ടിക്കുള്ളിലെ ഐക്യം ഉറപ്പാക്കണം, എല്ലാവരും ശ്രമിക്കണമെന്ന് കെ.സി. വേണുഗോപാൽ നേതാക്കളോട് പറഞ്ഞു, കെ.പി.സി.സി അംഗങ്ങളോട് പറഞ്ഞു. പലപ്പോഴും പല പരസ്യ പ്രതികരണങ്ങൾ, മാധ്യമങ്ങളോടുള്ള പരസ്യ പ്രതികരണങ്ങൾ ഐക്യമില്ലായ്മ, പാർട്ടിക്കുള്ളിലെ ഐക്യമില്ലായ്മയാണ് പുറത്തു വരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് യോഗത്തിൽ കെ.സി. വേണുഗോപാൽ പരസ്യമായി തന്നെ പറഞ്ഞു. എന്നാൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ഈ കെ.സി. വേണുഗോപാലിൻ്റെ ഈ പരാമർശത്തിനോട് അധികം വിയോജിപ്പൊന്നും തന്നെയും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹവും ഇതിനോട് തന്നെ യോജിക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ നേതാക്കന്മാരുടെ ഇടയിൽ കഴിഞ്ഞ തവണ കെ.പി.സി.സി അത് ചർച്ച ചെയ്തതാണ്. ഇത്തവണയും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് അഭിപ്രായം കെ.പി.സി.സി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്നും കെ.പി.സി.സി അംഗങ്ങൾക്കും കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും താരിഫ് അൻവറും അതേപോലെ കെ.സി. വേണുഗോപാലും കെ. സുധാകരനും നിർദ്ദേശവും നൽകിയിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഈ ബ്ലോക്ക് തലത്തിലുള്ള പുനഃസംഘടനയാണ്. ബ്ലോക്ക് തലത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തണം, താഴെത്തട്ടിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യമായ ഘടകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ വേണം, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പുനഃസംഘടന വേണമെന്നാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. കെ.പി.സി.സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത മാസം 7-നകം പ്രാഥമിക പട്ടിക, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ പ്രാഥമിക പട്ടിക നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് യോഗ്യതയും മാനദണ്ഡവും നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതായത് ബ്ലോക്ക് ഭാരവാഹികളുടെ യോഗ്യത മാനദണ്ഡങ്ങളൊന്നും തന്നെയും കോൺഗ്രസ് അത്ര വലിയ കാര്യമായി ഒന്നും തന്നെ എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ന് നടന്ന യോഗത്തിൽ പ്രധാനമായും അത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നേതാക്കന്മാർക്കാണ് അവസരം കൊടുക്കേണ്ടത്, ഗ്രൂപ്പുകൾക്ക് വഴങ്ങണമോ, താഴെത്തട്ടിൽ ഗ്രൂപ്പുകൾക്ക് വഴങ്ങി ഒരു സമവായത്തിലൂടെ ബ്ലോക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമോ എന്നുള്ളതൊക്കെ, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ വേണോ വേണ്ടായോ എന്നുള്ളതൊക്കെ ചർച്ച വന്നു. എന്നാൽ ഭൂരിഭാഗം നേതാക്കൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഒരു കാരണവശാലും വഴങ്ങരുത്, പാർട്ടി ശക്തിപ്പെടുത്തേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പുനഃസംഘടന നടത്തുമ്പോൾ വലിയൊരു രീതിയിലുള്ള കൂടിയാലോചനകൾ വേണമെന്നുള്ള അഭിപ്രായവും ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു. സർക്കാരിനെതിരെ കൂടുതൽ സമരം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നികുതി ബഹിഷ്കരണ ആഹ്വാനം നിലവിലില്ല, സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പം ഉണ്ടെന്ന രീതിയിൽ കൂടുതൽ ചർച്ച വേണ്ട എന്നും കെ.പി.സി.സി തീരുമാനിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം കെ.പി.സി.സി പ്രസിഡന്റും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നികുതി വിഷയത്തിൽ രണ്ട് ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ വിഷയം ഇന്ന് കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നത്. ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നുള്ള രീതിയിൽ ചർച്ചകൾ വേണ്ട എന്നുള്ള നിലപാടിൽ കെ.പി.സി.സി യോഗം എത്തിയത്. ആതിര, വ്യക്തമാണ് അജി. കോൺഗ്രസ് പുനഃസംഘടന അടുത്ത മാസം പൂർത്തിയാക്കാൻ കെ.പി.സി.സി തീരുമാനം. നികുതി വർധനവിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനും കൊച്ചിയിൽ ചേർന്ന കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനമായി. വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അജി കുഞ്ഞുമോൻ.